സമയം പുലർച്ചെ 5 മണി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാടേക്ക് ഇന്ന് പോവാണ്. 9268. റെയിൽവേ സ്റ്റേഷൻ പോകാനാണ് റാപ്പിഡോ വിളിച്ചത്. ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാടുള്ള ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിൻ 6:10 പക്ഷെ ഇനി ട്രാഫിക് കാരണം വൈകണ്ടെന്ന് കരുതിയാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ഇതാണ് ബാംഗ്ലൂരിന്റെ പ്രത്യേകത. സമയം ആകെ 5:30 ആയിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും അവിടെയുള്ള ട്രാഫിക് നിങ്ങൾ നോക്കി നോക്കൂ. നമ്മളിപ്പോൾ മെജസ്റ്റിക് എത്തിയിട്ടുണ്ട്. മെജസ്റ്റിക്കിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് തന്നെ മെട്രോ സ്റ്റേഷനും അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഈ കാണുന്നതാണ് മെജസ്റ്റിക് മെട്രോ സ്റ്റേഷൻ. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും നല്ലപോലെ തിരക്കുണ്ട്. പെട്ടെന്ന് ഡിസൈഡ് ചെയ്തുകൊണ്ട് ഞാൻ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ലോക്കൽ ട്രെയിനിലാണ് ഞാൻ പോകുന്നത്. ടിക്കറ്റ് കൗണ്ടറിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. ഇനി ടിക്കറ്റ് എപ്പോൾ കിട്ടുമെന്ന് പഠിച്ചവനക്കറിയാം. അങ്ങനെ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ടിക്കറ്റ് കിട്ടി മക്കളെ. നമ്മുടെ ട്രെയിൻ വരുന്നത് 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സീറ്റ് ഇട്ടോ നോക്കാം. ഒരുപാട് സീറ്റ് ഉണ്ടോ? ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു സീറ്റ് പിടിച്ച് എന്റെ ബാഗ് സേഫാക്കി. ട്രെയിൻ കറക്റ്റ് 6:10 ബാംഗ്ലൂർ KSR നിന്ന് എറണാകുളം. നമ്മളെ പാലക്കാട് ഇറങ്ങി. ഇഡ്ഡലി കാണാൻ കൊള്ളാം. പക്ഷെ ഈ 3 ഇഡ്ഡലി ഈ ഒരു വടക്കാണ് 60 രൂപയാണ്. സീറ്റ് കിട്ടിയ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഈ സീറ്റും റിസർവ് ചെയ്താണെന്ന് ഒരു ചേട്ടൻ വന്ന് പറയുന്നത്. എന്താ അവസ്ഥ? ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു ജനറലിലേക്ക്. ഇതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. ഇൻസ്റ്റയിലും യൂട്യൂബിലും വീഡിയോസ് കണ്ടിട്ടാണ് മെജസ്റ്റിക്കിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിൻ ഞാൻ കയറിയത്. വീഡിയോസിൽ പറയുന്നത് ഒരുപാട് സീറ്റ് ഉണ്ടാവും, ഫ്രീ ആയിട്ട് കിടന്നു പോകാൻ പറ്റും, ഒരുപാട് തിരക്കുണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് യാത്ര നല്ല എൻജോയ് ചെയ്യാൻ പറ്റും, കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും എന്നൊക്കെയാണ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾ ആരും എന്നെ പോലെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ വരരുത്. അങ്ങനെ ഞാൻ എന്റെ നാടെത്തി. ഇതാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. എന്നെ വിളിക്കാൻ ആരും വന്നിട്ടില്ല, കാരണം ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും സാധാരണ ഞാൻ നടന്നാണ് പോവാറ്, കാരണം ഡിസ്റ്റൻസ് അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വീട്ടിലേക്ക് നടക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.